എന്തുകൊണ്ട് ബി.ജെ.പി. അയോധ്യയിൽ തോറ്റു? രാഹുൽ ഗാന്ധി വീണ്ടും ഈ ശക്തമായ പോയിന്റ് ഉയർത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്ട്സിൽ ഒന്നാണ് അയോധ്യയിലെ രാം മന്ദിർ. അയോധ്യയിലെ രാം മന്ദിർ നിർമ്മാണം കൊണ്ട് ബി.ജെ.പി. അയോധ്യ മാത്രം അല്ലെങ്കിൽ ഫൈസാബാദ് മാത്രമല്ല, ഉത്തർപ്രദേശ് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ അവസരം ലഭിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോവുകയുണ്ടായി. ദേശീയ മാധ്യമങ്ങൾക്ക് വേണ്ടി അത് കവർ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം ധന്നിപ്പൂരിലെ മോസ്ക്, അവിടുത്തെ വരാൻ പോകുന്ന ബാബരി മസ്ജിദ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിലുള്ള പള്ളിയിലുമൊക്കെ സന്ദർശനം നടത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അമ്പലത്തിലും പള്ളിയിലും ഒരേപോലെ പോയ ഇന്ത്യയിലെ വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരിക്കും ഞാൻ. രണ്ടിടത്തും പോകാൻ എനിക്കുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബി.ജെ.പി. അയോധ്യയിൽ പരാജയപ്പെട്ട് എന്നുള്ളതാണ്. ആ ഡ്രീം പ്രൊജക്ട് ഏത് രീതിയിലാണ് പരാജയപ്പെട്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ചോദ്യം. രാഹുൽ ഗാന്ധി അതിന് ഉത്തരം പറയുന്നത് അവിടെ ഒരു കർഷകനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു കർഷകന്, സാധാരണക്കാരന്, പിന്നോക്കക്കാരന്, ദളിത് സമൂഹത്തിലുള്ള ആൾക്കാർക്ക്, മാർജിനലൈസ് ആൾക്കാർക്ക് അവർക്ക് സ്വീകരണം കിട്ടിയില്ല, സ്വാഗതം കിട്ടിയില്ല, ഇൻവിറ്റേഷൻ കിട്ടിയില്ല. അതാണ് ആലങ്കാരികമായി കൂടി പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നു, അമിതാഭ് ബച്ചനെ കണ്ടു, അംബാനിയെ കണ്ടു, അദാനിയെ കണ്ടു, ഐശ്വര്യ റോയിയെ കണ്ടു, നാട്ടിലെ സെലിബ്രിറ്റീസിനെ എല്ലാം കണ്ടു. ഇന്ത്യയിലെ എല്ലാ സെലിബ്രിറ്റീസും ഇന്ത്യയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള ടെമ്പോ സെറ്റ് ചെയ്യും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അതുകൊണ്ട് ഹൂ ഇസ് ഹൂ, ആത്മീയ നേതാക്കളും ആൾക്കാരെല്ലാം അവിടെ മത്സരിച്ച് അവിടേക്ക് വരികയുണ്ടായി. പക്ഷേ അത് അയോധ്യയിലോ ഫൈസാബാദിലോ വോട്ടായി മാറിയില്ല. ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടു. ഇന്ത്യ മുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ്, മേൽക്കൈ നേടി. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ജയിച്ചു. ഇന്ത്യയിൽ അതിശക്തമായ പ്രതിപക്ഷം തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ വളരെ അധികമായി. അതിൻ്റെ കാരണം അവിടെ കർഷകരെ ക്ഷണിച്ചില്ല, പിന്നോക്ക വിഭാഗങ്ങളെ ക്ഷണിച്ചില്ല. അതൊരു സെലിബ്രിറ്റി ഇവന്റ് മാത്രമായി എന്നുള്ളതാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഗംഭീരമായ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അവിടുത്തെ സാധാരണക്കാർക്ക് ഒരുപാട് സ്ഥലം നഷ്ടപ്പെട്ടു, അവരുടെ വീടുകളിൽ നിന്ന് മാറ്റപ്പെട്ടു, അവർക്ക് വേണ്ട സ്പേസും കാര്യങ്ങളും കൊടുത്തില്ല. അതാണ് ഞാനൊക്കെ അന്ന് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ അയോധ്യയിലെ വിധി ശ്രീരാമൻ തന്നതാണ്. കാരണം നമുക്ക് അമ്പലം കെട്ടണോ അല്ലെങ്കിൽ പള്ളി കെട്ടണോ, അതെല്ലാം വേണം. പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. അത് വികസനത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും, അമ്പലം കെട്ടുന്നതിന്റെ പേരിലാണെങ്കിലും പള്ളി കെട്ടുന്നതിന്റെ പേരിലാണെങ്കിലും കഴിയുന്നത്ര ആൾക്കാരെ ഒരുമിച്ച് നിൽക്കണം. ശ്രീരാമനാണെങ്കിലും അല്ലെങ്കിൽ പരബ്രഹ്മമാണെങ്കിലും അള്ളാഹു ആണെങ്കിലും യാഹുവേ ആണെങ്കിലും ആ ദൈവത്തിന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അവർക്ക് സ്വീകാര്യമാകില്ല. രാഹുൽ ഗാന്ധി ഈ ജഗ്ലർ വെയിൻ അല്ലെങ്കിൽ അടിസ്ഥാന പോയിന്റ് റേസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ വിശിഷ്യ വളരെ റിസ്ക് കൂടിയാണ്. അത് റേസ് ചെയ്യാനുള്ള ധൈര്യവും സമ്മതിക്കണം. കാര്യം രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണെന്ന് തിരിഞ്ഞ് പറയാനും അങ്ങനെ തെറ്റായി പ്രചരിപ്പിക്കാനും ഒക്കെ ഒരുപാട് സ്കോപ്പും സ്പേസും അതിനുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പേടിയുമില്ലാതെ അവിടെ തോറ്റതിന്റെ കാരണം യഥാർത്ഥ രാമന്റെ അനുയായികളെ, സാധാരണക്കാരെ, അല്ലെങ്കിൽ ഈ ദരിദ്ര നാരായണന്മാരെ, ഇന്ത്യയുടെ അടിസ്ഥാനമായ കർഷകരെ അവിടുന്ന് ഇൻവിറ്റേഷൻ നൽകാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെയും കാഴ്ചപ്പാട് സിമിലറാണ്. അതായത് അംബാനിയും അദാനിയും ഐശ്വര്യ റോയും അമിതാഭ് ബച്ചനും ഒക്കെ ഉണ്ടാകട്ടെ. അതോടൊപ്പം സാധാരണക്കാർക്കും കൂടി ഒരു സ്പേസ്, കൂടുതൽ ഇൻക്ലൂസീവായ ഒരു സ്പേസ് നമുക്ക് കൊടുക്കുകയും അത് ജനങ്ങളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. ആ വിഷയം രാഹുൽ ഗാന്ധി വീണ്ടും ശക്തമായി ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാമരാജ്യത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ പോസിറ്റീവായ എല്ലാവർക്കുമുള്ള വെൽഫെയർ സ്റ്റേറ്റ്, യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്, ഖലീഫയുടെ സ്വപ്നരാജ്യത്തിന്, മഹാത്മാ ഭൂലെയുടെ ബലിരാജ്യത്തിന് എല്ലാവർക്കും ഒരുമിച്ചുള്ള ഒരു യാത്രയിലേക്ക് ഉള്ള ചൂണ്ടുപലകയാകാം. കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.